Yes. Welcome to all of you. Good afternoon, sir. Okay, good afternoon. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലിപ്പോ ഏതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് മുഴുവനായിട്ട് പറഞ്ഞോ? ഇല്ല, നൗണും പ്രോനൗണും മാത്രം പറഞ്ഞോളൂ. ഓക്കെ, നോക്കാം. അപ്പൊ നൗൺ എന്താണെന്ന് പറഞ്ഞല്ലോ. എന്താ നൗൺ എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെൻസ് പഠിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് മാത്രം ഒന്ന് ആദ്യം പറയാം, അടുത്തത് പറയാം. അപ്പൊ ആദ്യത്തെ പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ ഭാഗമാണ് നൗൺ. നൗൺ എന്താണെന്ന് അറിയില്ലേ? ഇറ്റ്സ് എ നെയിമിംഗ് വേർഡ്. വ്യക്തികളുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഒക്കെ പേരിനെയാണ് നൗൺ പറയുന്നത്. അടുത്താണ് പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് 3 തരത്തിലുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. പറഞ്ഞാണ് നിങ്ങളോട്. നെക്സ്റ്റ് വെർബാണ്. വെർബ് എന്ന് പറഞ്ഞാൽ is a word used to express an action or stage. നമ്മുടെ ഒരു അവസ്ഥയെയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയോ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് വെർബ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കാം. ഐ ടീച്ച് യു ഇംഗ്ലീഷ്. ഐ ടീച്ച് യു ഇംഗ്ലീഷ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ടീച്ച് എന്ന പ്രവൃത്തിയാണ്. അപ്പൊ ടീച്ച് എന്ന വേർഡാണ് അവിടുത്തെ വെർബ്. അതുപോലെ ഷീ ഈസ് എ സ്റ്റുഡന്റ്. അവളൊരു വിദ്യാർത്ഥിയാണ്. അപ്പൊ ഷീ അവിടെ ഈസ് എന്നതാണ് അവിടുത്തെ വെർബ്. കാരണം അവളുടെ അവസ്ഥയെ കുറിച്ച് പറയാനാണ് ഈസ് എന്ന് ഉപയോഗിച്ചത്. നെക്സ്റ്റ്, അടുത്താണ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ നൗണിനെ മോഡിഫൈ ചെയ്യാൻ നൗണിന് മുന്നിലായിട്ട് ഉപയോഗിക്കുന്ന വേർഡിനെയാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം എന്ന് പറയാം. അപ്പൊ നിങ്ങളോട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഹീസ് എ ബ്രേവ് ബോയ്. ഹീസ് എ ബോയ് എന്ന് പറഞ്ഞാൽ അവനൊരു ആൺകുട്ടിയാണ് എന്നാണ് അതിന്റെ മീനിങ്. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ബോയ് ഹീസ്? അവൻ ഏത് തരത്തിലുള്ള ആൺകുട്ടിയാണ്? ബ്രേവ്. BRAVE, ബ്രേവ്. അപ്പൊ ബ്രേവ് എന്ന പദം ഉപയോഗിച്ചത് എന്തിനാണ്? ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേവ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ബ്രേവ് എന്ന വാക്ക് അവിടുത്തെ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? An adjective is a word used to add something to the meaning of a noun. നൗണിന് കുറച്ചുകൂടി അർത്ഥം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നൗണിന് മുന്നിലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്ലവർ എന്ന ഒരു ഉദാഹരണം പറയാം അല്ലെ? ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവ്. പക്ഷെ ആ പൂവ് എങ്ങനെയുള്ള പൂവ് എന്ന് പറയാൻ നമ്മൾ അതിന് മുന്നിലായിട്ട് റെഡ് എന്ന വാക്ക് ചേർക്കുകയാണ്. എ റെഡ് ഫ്ലവർ. അപ്പൊ ഫ്ലവറിന് കുറച്ചുകൂടി മീനിങ് നൽകാൻ വേണ്ടി അതിന് മുന്നിലായിട്ട് ഉപയോഗിച്ച വേർഡാണ് റെഡ്. അപ്പൊ റെഡ് എന്ന വാക്കാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. മിക്കവാറും കളേഴ്സിനെ കാണിക്കുന്ന വാക്കുകളെല്ലാം അഡ്ജക്റ്റീവ്സ് ആയിരിക്കും. നെക്സ്റ്റ് ആഡ്വർബ് ആണ്. ആഡ്വർബ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അഡ്ജക്റ്റീവ് പോലെ തന്നെ വെർബിനെ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. ഒരു വെർബിനെയോ മറ്റൊരു അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ മറ്റൊരു ആഡ്വർബിനെയോ വിശേഷിപ്പിക്കാൻ നമുക്കത് ഉപയോഗിക്കാം. അപ്പോ ഇതാണ് ആഡ്വർബ്.
അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി പറയാം. അപ്പോ he walked എന്ന് പറഞ്ഞാൽ അവൻ നടന്നു. But in what manner did he walk? അവൻ ഏത് രീതിയിൽ നടന്നു എന്ന് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാവണില്ല. He walked slowly. അപ്പൊ അവന്റെ നടത്തം ഏത് തരത്തിലുള്ളതാണ് എന്ന് എടുത്തു പറയാൻ സ്ലോലി എന്ന വേർഡാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ സ്ലോലി എന്ന പദത്തെ നമുക്ക് ആഡ്വർബ് എന്ന് പറയാം. മിക്കവാറും ആഡ്വർബ്സ് LY എന്ന അക്ഷരങ്ങളിലായിരിക്കും അവസാനിക്കുക. ഞാൻ ഇതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയിട്ട് വേണം. നമ്മൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചത്. എങ്കിലും ഇതൊന്നും അങ്ങോട്ട് തീർക്കാം ആദ്യം. നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ അടുത്ത ഭാഗമാണ് പ്രപ്പോസിഷൻ. PREPOSITION. പ്രപ്പോസിഷൻ എന്നാണ് അതിന്റെ ശരിയായ ഉച്ചാരണം. ഈ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തില് സാധാരണ നൗണിന് മുന്നിലായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഒരു വാക്യത്തിലെ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ അവക്കിടയിലായി ഉപയോഗിക്കുന്ന കൊച്ചു പദങ്ങളെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. എ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. എ കാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. അവിടെ ഇൻ എന്ന വേർഡാണ് അവിടുത്തെ പ്രപ്പോസിഷൻ. സാധാരണ പ്രപ്പോസിഷൻ പലതരത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി നിങ്ങളോട് പറയാം. ഇൻ, ഓൺ, അറ്റ്, ബൈ, ബിസൈഡ് ഇങ്ങനെയുള്ള വാക്കുകൾ എല്ലാം പ്രപ്പോസിഷൻ ആണ്. അപ്പോ പ്രപ്പോസിഷൻ ഇസ് എ വേർഡ് യൂസ്ഡ് ബിഫോർ എ നൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ ടു സം അതർ വേർഡ്സ് ഇൻ എ സെന്റൻസ്. ഒരു വാക്യത്തിലെ രണ്ട് വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ്, ആ ബന്ധത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. എന്റെ മലയാളം പറയുകയാണെങ്കിൽ ഗതി എന്നാണ് അതിന്റെ മലയാളം. നോക്കാം. അടുത്താണ്. അപ്പൊ പ്രപ്പോസിഷന്റെ ഉപയോഗം പ്രത്യേകം നിങ്ങളോട് പറയുന്നുണ്ട്. എന്താണ് പ്രപ്പോസിഷൻ എന്ന ആദ്യം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിനുശേഷം അതിന്റെ ഉപയോഗങ്ങൾ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അടുത്താണ് കൺജങ്ഷൻ. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. CONJUNCTION. ഉച്ചാരണം കൺജങ്ഷൻ എന്നാണ്. ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപ്പോസിഷൻ പോലെ തന്നെ, പക്ഷേ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത് രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ രണ്ട് സെന്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ നമുക്ക് കൺജങ്ഷൻസ് ഉപയോഗിക്കാം. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ് ഓർ, ബട്ട്, ആൻഡ് എന്നീ കൺജങ്ഷൻസ്. അപ്പോ കൺജങ്ഷൻ ഇസ് എ വേർഡ് used to join two words or two sentences or two clauses. ഇപ്പൊ നോക്കാം. രാമ ആൻഡ് ഹരി ആർ കസിൻസ്. അവിടെ രാമ, ഹരി എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് നമ്മൾ കൺജങ്ഷനായ ആൻഡ് ഉപയോഗിച്ചത്. രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോ യു ക്യാൻ ഗോ ബൈ ഫ്ലൈറ്റ് ഓർ ബൈ ട്രെയിൻ. അവിടെ നോക്കൂ. യു ക്യാൻ ഗോ ബൈ ഫ്ലൈറ്റ്. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോവാം. ഓർ യു ക്യാൻ ഗോ ബൈ ട്രെയിൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിന് പോവാം. അവിടെ എന്താണ്? യു ക്യാൻ ഗോ ബൈ ഫ്ലൈറ്റ് എന്ന വാക്യത്തെയും യു ക്യാൻ ഗോ ബൈ ട്രെയിൻ എന്ന വാക്യത്തെയും തമ്മിൽ യോജിപ്പിക്കാൻ ഉപയോഗിച്ച ഒന്നാണ് ഓർ. അപ്പോ കൺജങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ട് വാക്കുകളെയോ രണ്ട് ക്ലോസുകളെയോ രണ്ട് സെന്റൻസുകളെയോ, ക്ലോസ് എന്താണ് പറയാൻ നിങ്ങളോട്, അവയെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് കൺജങ്ഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇതാണ് ഇന്റർജെക്ഷൻ. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. INTERJECTION. ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഒരു വേർഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ which expresses some sudden feelings of the mind. നമുക്ക് പെട്ടെന്ന് വികാരങ്ങൾ ഉണ്ടാവുമ്പോൾ
ആ വികാരം പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശബ്ദത്തെയാണ് ശരിക്ക് ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ, that poor lady died in the hospital. അവിടെ ഹ എന്നത്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന അയ്യോ, പിന്നെ ഹാഷ്, ഇങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നത്. എന്റെ മലയാളം വ്യാക്ഷേപകം. അപ്പോ ഇതാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്. കൂടാതെ പാർട്സ് ഓഫ് സ്പീച്ചിൽ ഉൾപ്പെടുത്താവുന്ന മറ്റൊരു ഭാഗം കൂടി ഉണ്ട്, ഡിറ്റർമിനേറ്റ്സ്. പക്ഷെ അതെല്ലാം പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ടെൻസസ്. ഞാൻ ഇന്ന് അത് നമുക്ക് കുറച്ച് സമയം എടുക്കും അത് പഠിക്കാൻ. അതുകൊണ്ടാണ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് ടെൻസുകൾ. ഈ ടെൻസ് പഠിക്കുകയാണെങ്കിൽ ഈ ഗ്രാമറിലെ മറ്റു പല ഭാഗങ്ങളും നമുക്ക് അനായാസം നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ടെൻസ് എന്നുള്ളത് നോക്കാം. ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ടെൻസ് ഷോസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. ടെൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തില് അതിനെ കാലം എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്ന അല്ലെങ്കിൽ നടന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമയത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ടെൻസ്. അതായത് ടെമ്പസ് എന്ന ഒരു ലാറ്റിൻ പദമുണ്ട്. ആ വാക്കിൽ നിന്നാണ് ടെൻസ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ടെമ്പസ്? ടെമ്പസ് മീൻസ് ടൈം, സമയം. അപ്പൊ കാലം എന്നർത്ഥം വരുന്ന ടെമ്പസ് എന്ന ആ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ടെൻസ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ടെൻസിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം. കാലം പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു പ്രവൃത്തി നടന്ന സമയമാണെങ്കിലും നടക്കാനിരിക്കുന്ന സമയം അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഇവയെ സൂചിപ്പിക്കാനാണ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒരു കാര്യമായി പഠിച്ചിരിക്കണം. എന്നാലേ നമുക്ക് കോൺവെർസേഷൻ നടത്തുമ്പോൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോ നോക്കാം, യഥാർത്ഥത്തിൽ ഏത് ഭാഷയിലും 3 ടെൻസുകളേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും മറ്റ് ഏത് ഭാഷയിലാണെങ്കിലും 3 ടെൻസുകളേ ഉള്ളൂ, 3 കാലങ്ങളേ ഉള്ളൂ. അതിലൊന്നാമത്തേതാണ് പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്താണ് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി കാലം. ഇങ്ങനെ 3 കാലങ്ങളെ മിക്കവാറും ഏത് ഭാഷയിലും ഉള്ളൂ. പക്ഷേ ഇംഗ്ലീഷില് കുറെ കൂടി പഠന സൗകര്യത്തിനായിട്ട് ഈ ഓരോ ടെൻസുകളെയും വീണ്ടും 4 വകഭേദങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പ്രസന്റ് ടെൻസിന് 4 ഭാഗങ്ങൾ, 4 കാറ്റഗറൈസേഷൻ. അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. പ്രസന്റ് ടെൻസിന്റെ 4 വകഭേദങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് സിമ്പിൾ പ്രസന്റ്. ആ 4 വകഭേദങ്ങളിലും പ്രസന്റ് എന്ന വാക്കുണ്ടായിരിക്കും. പ്രസന്റ് ടെൻസിന്റെ ആദ്യത്തെ വകഭേദമാണ് സിമ്പിൾ പ്രസന്റ്, അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ പ്രസന്റ് ഇൻഡെഫിനിറ്റ് എന്നും വിളിക്കാറുണ്ട്. മറ്റൊന്നാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഞാൻ ആദ്യം ഇതിനെ കുറിച്ചൊന്ന് പറയട്ടെ, എന്നിട്ട് എന്താണെന്ന് നമുക്ക് അത് പറയാം. മൂന്നാമത്തെ വകഭേദമാണ് പ്രസന്റ് പെർഫെക്റ്റ്. നാലാമത്തേത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം ഇങ്ങനെയാണ്. പ്രസന്റ് എന്ന് എഴുതാം, അതിന് നേരെ
ആ 4 വിഭാഗമായിട്ട് എഴുതാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഉണ്ടോ? പ്രസന്റ് പെർഫെക്റ്റിന്റെ 4 വകഭേദം കണ്ടില്ലേ? എന്നതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനും ഇതുപോലെ 4 വകഭേദങ്ങളുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പം ഇതാണ്. ആ 4 വകഭേദങ്ങളുടെ കൂടെയും പാസ്റ്റ് എന്നുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് ഇൻഡെഫിനിറ്റും എന്നും അതിന് പറയാം. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. CONTINUOUS, പാസ്റ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഉണ്ടോ? ഈ 4 കാലങ്ങളുടെയും കൂടെ പാസ്റ്റ് 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 എന്നുണ്ടായിരിക്കും. ഇതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ കാലമായിട്ട് നമ്മൾ പറയേണ്ടത് ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവി കാലം. ഫ്യൂച്ചർ ടെൻസിനും ഇതുപോലെ 4 വകഭേദങ്ങളുണ്ട്. അവയും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അവയോടൊപ്പം ഓരോന്നിനോടും ഫ്യൂച്ചർ എന്ന പദം ഉണ്ടായിരിക്കും. അതായത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ സിമ്പിൾ. നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിന്റെ ഒരു ക്രമം നോക്കിയേ നിങ്ങൾ. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, അടുത്ത ഏതായിരിക്കും? ഫ്യൂച്ചർ പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ ഈ 3 കാലങ്ങളെ 4 വകഭേദങ്ങളായി ഇങ്ങനെ തരംതിരിച്ച് ആകെ 12 കാലങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. അതിന്റെ ആ ക്രമം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ ടെൻസിന്റെ ഈ 12 വിഭാഗങ്ങളെയും പഠിച്ചെടുത്താൽ നമുക്ക് അനായാസം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതാണ് നമ്മൾ ശരിക്കും ആദ്യം പഠിക്കേണ്ടത്. വേർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ഒരു പരിധിവരെ അറിയാവുന്നവരായിരിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. റൈറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ്, എഴുതുക എന്നാണ് അതിന്റെ അർത്ഥം. ആ റൈറ്റ് എന്നതൊരു വെർബാണ്. ആ വെർബ് 12 കാലങ്ങളിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് വെറുതെ ഒന്ന് പറയാണ്. ഉപയോഗങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറയാം. അപ്പൊ സിമ്പിൾ പ്രസന്റൻസിൽ പറയുകയാണെങ്കിൽ ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട് എന്ന ഒരർത്ഥം കൂടി അതിനുണ്ട്. ഐ റൈറ്റ്. അടുത്തത് അത് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുമ്പോ ഐ ആം റൈറ്റിംഗ്. ഉണ്ടോ? ഞാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഉപയോഗങ്ങള് ഓരോന്ന് ഉപയോഗിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ റൈറ്റ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോ ഐ ഹാവ് റിട്ടൺ, WRITTEN. അടുത്തത് പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുമ്പോ ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. എന്താണ് എന്ന് ഞാൻ ഓരോന്നായിട്ട് പറയാം നിങ്ങളോട്. ഞാനേ ക്ലാസ്സിലാണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് റൈറ്റ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഇപ്പൊ ഈ 4 കാലങ്ങളിൽ ഉപയോഗിച്ചു. ഇനി പാസ്റ്റ് ടെൻസിലും ആ 4 കാലങ്ങളിൽ അത് ഉപയോഗിച്ച് നോക്കാം. പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോ ഐ റോട്ട്,
ഞാൻ എഴുതി. അത് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോ ഐ വാസ് റൈറ്റിംഗ്. അത് പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുമ്പോ ഐ ഹാഡ് റിട്ടൺ. അപ്പൊ ഐ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എഴുതി, കഴിഞ്ഞ കാര്യമാണോ? ഐ വാസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുകയായിരുന്നു. ഐ ഹാഡ് റിട്ടൺ എന്നാൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നൊരർത്ഥമാണ് അതിന് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതി കഴിഞ്ഞിരുന്നു. അടുത്ത ടെൻസ് ആണ് റൈറ്റ് ഉപയോഗിക്കുന്ന അടുത്ത ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് അത് റൈറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുമ്പോൾ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി റൈറ്റ് അടുത്ത ഫ്യൂച്ചർ ടെൻസിലെ 4 കാലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഐ ഷാൽ റൈറ്റ്, ഐ ഷാൽ റൈറ്റ്, ഞാൻ എഴുതും, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ്. അത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഉപയോഗിക്കുമ്പോ ഐ ഷാൽ ബി റൈറ്റിംഗ് എന്നാണ്. ഐ ഷാൽ ബി റൈറ്റിംഗ്. അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുമ്പോ ഐ ഷാൽ ഹാവ് റിട്ടൺ, ഐ ഷാൽ ഹാവ് റിട്ടൺ. ഐ ഷാൽ ഹാവ് റിട്ടൺ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിരിക്കും. ഇനി അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുമ്പോ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഒന്നും സാധാരണ ഈ ടെൻസുകളൊന്നും അത്ര കാര്യമായി വ്യാപകമായി ഉപയോഗിക്കാറില്ല. ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ്, ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല, നമ്മൾ ഈ വാക്യങ്ങളുടെ ഓരോ ടെൻസിലെയും വാക്യങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഘടന മനസ്സിലാക്കിയിരിക്കും. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഒരു ഘടനയുണ്ട്. എന്നതുപോലെ ഇംഗ്ലീഷിലെ ഓരോ ടെൻസിലെയും വാക്യങ്ങൾക്ക് ഒരു ഘടന ഉണ്ടായിട്ടുണ്ട്. ഓരോ ഘടനയുണ്ട്. ആ ഘടനയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പായി ഇംഗ്ലീഷിലെ വാക്യരൂപീകരണം, ഒരു വാക്യം നമ്മൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് എഴുതിയിരിക്കണം, അതിനുശേഷം വെർബ് എഴുതിയിരിക്കണം, ഓബ്ജക്റ്റ് ആവശ്യമാണെങ്കിൽ അതിനുശേഷം എഴുതിയിരിക്കണം. ഇതാണ് ഇംഗ്ലീഷ് വാക്യത്തിന്റെ ഒരു ഘടന. ഇംഗ്ലീഷ് രീതി അനുസരിച്ച് നിങ്ങൾ എപ്പോ വാക്യങ്ങൾ ഉണ്ടാക്കുന്നോ ഈ ഘടനയിലെ വാക്യങ്ങൾ എഴുതാവൂ. എന്നാൽ മലയാളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ ഘടന. ഇപ്പോ മലയാളത്തിൽ ഞാൻ നിങ്ങളൊരു വാക്യം പറയാം. അപർണ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. നോക്കൂ, അപർണ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. ഇവിടെ മലയാളത്തിലെ സെന്റൻസിൽ അപർണയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് കേട്ടോ. അപർണ കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ അത് ഓബ്ജക്റ്റ് ആണ്. പഠിക്കുന്നു എന്ന വെർബ് നമ്മൾ അവസാനമാണ് ഉപയോഗിച്ചത്. അപ്പൊ മലയാളത്തിലെ വാക്യത്തിന്റെ സ്ട്രക്ചർ നോക്കിയേ. സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇതാണ് മലയാള വാക്യത്തിന്റെ സ്ട്രക്ചർ. എന്നാൽ ഇംഗ്ലീഷിൽ ഇത് നേരെ തിരിച്ചാണ്. സബ്ജക്റ്റ് ആദ്യം എഴുതണം, വെർബ് എഴുതണം, പിന്നെ ഓബ്ജക്റ്റ് എഴുതണം. ഇപ്പൊ അപർണ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപർണ സബ്ജക്റ്റ് എഴുതി. അടുത്തതായി പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ വെർബ് അല്ലെ, ലേൺ. പക്ഷെ നമുക്ക് പഠിക്കുന്നു എന്നർത്ഥം കിട്ടണം.
അതെങ്ങനെ പഠിക്കുന്നു എന്ന് അർത്ഥം കിട്ടും എന്നുള്ളതാണ് അടുത്തായിട്ട് പറയണത്. ലേൺ എന്ന വെർബിനോടൊപ്പം യെസ് ഓർ ഇഎസ് എന്ന് ചേർക്കുക. അപർണ ലേൺസ്. വാട്ട്? വാട്ട്? അപർണ ലേൺസ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ ആണ് അവിടുത്തെ ഓബ്ജക്റ്റ്. നോക്കുക, സിമ്പിൾ, നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോണത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വാക്യം എഴുതാം? അതിന് 2-3 നിയമങ്ങളുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫ്രാൻസി ഒരു ചിത്രം വരയ്ക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. ഫ്രാൻസി ആണ് വരയ്ക്കുക എന്നുള്ളതിന് DRAW. ചിത്രം എന്നുള്ളതിന് എ പിക്ചർ. പറഞ്ഞോ. ഫ്രാൻസി ഡ്രോസ് എ പിക്ചർ. ഫ്രാൻസി ഡ്രോസ് എ പിക്ചർ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വെർബിനോടൊപ്പം എസ് എന്ന് ചേർത്തത്? അതിനൊരു നിയമം. അതെ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഒരു വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള മാർഗം, വെർബിനോടൊപ്പം യെസ് എന്നോ ഇഎസ് എന്നോ ഉണ്ടെങ്കിൽ ആ വെർബ് സിംഗുലർ ആയിരിക്കും. വെർബിനോടൊപ്പം എസ് ഓർ ഇഎസ് ഒന്നും ഇല്ല, വെർബിന്റെ ആദ്യത്തെ ഫോം ആണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. ഏത് വെർബ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, അതിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്നത് പ്ലൂറൽ ആയിരിക്കും. ഒരു വെർബിന് യഥാർത്ഥത്തിൽ 5 ഫോംസ് ഉണ്ട്. പക്ഷെ 3 ഫോംസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. വെർബിന്റെ 3 ഫോംസ് ഏതൊക്കെയെന്ന് പറയാം. വെർബിന്റെ ആദ്യത്തെ ഫോം, അതായത് ബേസ് ഫോം ഓർ റൂട്ട് ഫോം ഓഫ് ദ വെർബ്, അതിനെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിൽ V1 എന്നാണ് സൂചിപ്പിക്കുന്നത്. വെർബ് 1. വെർബിന്റെ രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ PT അഥവാ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അടുത്തത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ്സ്, ഇപ്പൊ റൈറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് പ്ലൂറലാണ്, അത് ബേസ് ഫോം ആണ്. ഇനി അതിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? റോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. അതുപോലെ ലുക്ക്, LOOK, ലുക്ക്. പാസ്റ്റ് ടെൻസ് ലുക്ക്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ക് എന്ന് തന്നെ. അത് പിന്നീട് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ധാരാളം വെർബ്സ് ഉണ്ട്. ഇപ്പൊ ഗോ, പ്ലക്ക്, PLUCK, പറിക്കുക. അതെ, പ്ലക്ക്, പ്ലക്ക്ഡ്, പ്ലക്ക്ഡ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ്സ് ഉണ്ട്. അത് റെഗുലർ വെർബ്സിനോടൊപ്പം ED എന്ന് ചേർത്താൽ അതിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിട്ടുന്നതായിരിക്കും. ഇറഗുലർ വെർബ്സിനോടൊപ്പം നമ്മൾ ED ഒന്ന് ചേർത്താൽ നമുക്ക് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിളോ ലഭിക്കില്ല. അതിന് സെപ്പറേറ്റ് വേർഡ്സ് മസ്റ്റ് ബി യൂസ്ഡ്. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ അവിടെ ശ്രദ്ധിക്കാം, സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഒരു വാക്യം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ അപർണ ഒരു ചിത്രം വരയ്ക്കുന്നു. അപർണ ഡ്രോസ് എ പിക്ചർ. അപർണയും ഫ്രാൻസിയും ചേർന്ന് ഒരു ചിത്രം വരയ്ക്കുന്നു എന്ന് നമുക്ക് പറയേണ്ട വന്നാൽ അപർണ ആൻഡ് ഫ്രാൻസി ഡ്രോ
a picture. ഡ്രോ എ പിക്ചർ എന്നേ പറയാവൂ. കാരണം അപർണ ആൻഡ് ഫ്രാൻസി എന്ന രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ സബ്ജക്ട് പ്ലൂറലാണ്. അപ്പൊ നമ്മൾ ഡ്രോ എന്ന് ഉപയോഗിക്കാം. മനസ്സിലായോ? സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം. ഒരു നിയമമാണത്. ഇഫ് ദ സബ്ജക്ട് ഈസ് ഇൻ സിംഗുലർ ഫോം, the verb must also be in the singular form. Likewise, if the subject is in plural form, the verb must also be in the plural form. To turn a verb into negative, add s or es to the base form of the verb. ഒരു വെർബിനെ സിംഗുലർ ആക്കാൻ ആ വെർബിനോടൊപ്പം എസ് എന്നോ ഇ എസ് എന്നോ ചേർത്താൽ മതി. Go plural, goes singular. Eat plural, eats singular. Come plural, comes singular. Get plural, gets singular. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നോക്കാം. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു വാക്യം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ജലജ ഇംഗ്ലീഷ് സംസാരിക്കുന്നു പറയണം. ജലജ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ജലജ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ജലജ സ്പീക്സ്, SPEAKS. കാരണം എന്താ? ജലജ സിംഗുലർ ആണ്. അപ്പൊ നിങ്ങൾ സ്പീക്സ് എന്ന് ഉപയോഗിക്കണം. ജലജ സ്പീക്സ് ഇംഗ്ലീഷ്. അപ്പൊ 2-3 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് നിർമ്മിക്കുമ്പോൾ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്ട് എന്ന ആ ഘടനയിലായിരിക്കണം. കൂടാതെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ വെർബിനോടൊപ്പം എസ് എന്നോ ഇ എസ് എന്നോ ചേർക്കാം. ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഏത് വാക്യവും നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇപ്പോ പശുക്കൾ നമുക്ക് പാൽ തരുന്നു ഒന്ന് പറഞ്ഞു നോക്കി. പശുക്കൾ നമുക്ക് cows give gives പറയുന്നത് cows പ്ലൂറൽ ആണ്. cows give us നമുക്ക് us cows give us milk. വാക്യം അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് മനസ്സിലായോ നമുക്ക്? ഓക്കെ. അപ്പൊ ഒരു വാക്യമാണ് ഇപ്പൊ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വാക്യമാണ്. മിക്കവാറും ആ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ വാക്യം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അത് മിക്കവാറും നു എന്ന ആ അക്ഷരത്തിലായിരിക്കും അവസാനിക്കുന്നത്. അപ്പൊ ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഷീ സ്പീക്സ്, അവൾ സംസാരിക്കുന്നു. അതുപോലെ പ്രസാദ് ഓടുന്നു, പ്രസാദ് റൺസ്. ജോഷി പാട്ട് പാടുന്നു, ജോഷി സിങ്സ് എ സോങ്, പാടുന്നു. അത് ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, വ്യാകരണ നിയമമൊന്നുമല്ല. അപ്പം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തത് സിമ്പിൾ പ്രസന്റ് ടെൻസില് ഒരു സെന്റൻസ് നിർമ്മിക്കുകയാണ്. ഈ സെന്റൻസുകളെല്ലാം നമുക്ക് നെഗറ്റീവായും പറയേണ്ടതായിട്ട് വരാറുണ്ട്. അതായത് ഇല്ല എന്ന അർത്ഥത്തിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഞാൻ പറയണ അപർണ ഡ്രോസ് എ പിക്ചർ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇവിടെ കണ്ട അപർണയുടെ പേരാണ് ഉപയോഗിക്കുന്നത്. അപർണ ഡ്രോസ് എ പിക്ചർ. അപർണ ചിത്രം വരയ്ക്കുന്നു. ബട്ട് അപർണ ചിത്രം വരയ്ക്കുന്നില്ല, അല്ലെ വരയ്ക്കാറില്ല എന്ന് നമുക്ക് പറയാം. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇവിടെയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട നിയമം എത്രയുള്ളൂ. അപർണ സബ്ജക്റ്റ് ആണ്,
ഡ്രോസ് എന്നുള്ളതാണ് അതിലെ വെർബ്. ഒരു വെർബിൽ യെസ് എന്നോ ഇ എസ് എന്നോ ഉണ്ടെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഓക്സിലിയറി വെർബുണ്ട്, സഹായക ക്രിയയുണ്ട്. അതെപ്പോഴും ഡസ് എന്നായിരിക്കും. ഡ്രോസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് റോ. ഡ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ചെയ്താല് ഡസ് പ്ലസ് ഡ്രോ. ഈറ്റ്സ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡസ് പ്ലസ് ഈറ്റ്. കംസ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഡസ് പ്ലസ് കം. അപ്പോ അപർണ ഡ്രോസ് എ പിക്ചർ എന്നുള്ള സെന്റൻസിനെ നെഗറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഡസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക, അതിനോടൊപ്പം നോട്ട് ചേർക്കുക. ഡസ് പ്ലസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് ഇറ്റ്. അപ്പൊ വാക്യം പറഞ്ഞു നോക്കിയാൽ നിങ്ങള് അപർണ ഫ്രാൻസി ഒരു പാട്ട് പാടുന്നു. ഫ്രാൻസി സിങ്സ് എ സോങ്. നെഗറ്റീവ് എന്തായിരിക്കും? ഫ്രാൻസി ഡസൻറ്റ് സിംഗ് എ സോങ്. അപ്പൊ ഡസ് തെരഞ്ഞെടുക്കണം എപ്പോഴാണെന്ന് മനസ്സിലാക്കുക. എപ്പോഴാണ്? വെർബിനോടൊപ്പം യെസ് എന്നോ ഇ എസ് എന്നോ ഉണ്ടെങ്കിൽ ഡസ് ആയിരിക്കും. എസ് ഓർ ഇ എസ് ഇല്ല എങ്കിൽ ഡു എന്നായിരിക്കും. ഏത് വെർബിന്റെയും ആദ്യത്തെ ഫോമിൽ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലിയറി ഡു എന്നായിരിക്കും. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് റൈറ്റ്. സിംഗ് ഡു പ്ലസ് സിംഗ്. അപ്പോ ഞാൻ നേരത്തെ ഒരു വാക്യം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്, അപർണ ഡ്രോസ് എ പിക്ചർ, അപർണ ഡസ് നോട്ട് ഡ്രോ എ പിക്ചർ, ഫ്രാൻസി സിങ്സ് എ സോങ്, ഫ്രാൻസി ഡസൻറ്റ് സിംഗ് എ സോങ്. ഇനി ഈ വാക്യങ്ങൾ തന്നെ നമ്മള് ചോദ്യരൂപത്തിൽ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപർണ ചിത്രം വരയ്ക്കാറുണ്ട്. അവിടെയും വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ഡസ് എന്ന് പറഞ്ഞ ആ ഓക്സിലിയറി അപർണ എന്ന സബ്ജക്റ്റിന് മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കാം. എന്താവും? ഡസ് അപർണ ഡ്രോ എ പിക്ചർ. ഡസ് അപർണ ഡ്രോ എ പിക്ചർ. അപർണ ചിത്രം വരയ്ക്കാറുണ്ടോ? ഫ്രാൻസി സിങ്സ് എ സോങ്. അത് നെഗറ്റീവ് ആവുമ്പോ ഫ്രാൻസി ഡസൻറ്റ് സിംഗ് എ സോങ്. നമ്മളങ്ങനെ ക്വസ്റ്റ്യൻ ആക്കുന്നത് ഡസ് ഫ്രാൻസി സിംഗ് എ സോങ്. ഫ്രാൻസി പാട്ട് പാടാറുണ്ടോ? അപ്പൊ നോക്കാം, സിമ്പിൾ പ്രസന്റില് ഒരു വാക്യം നിർമ്മിക്കുക, അതിനെ നെഗറ്റീവ് ആക്കാൻ അറിഞ്ഞിരിക്കണം, അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ അറിഞ്ഞിരിക്കണം. ോ ഇപ്പോ ജലജ ഡ്രിങ്ക്സ് ടീ. ജലജ ഡ്രിങ്ക്സ് ടീ. അതിനെ നിങ്ങള് മറ്റു രണ്ട് രീതികളൊന്ന് പറഞ്ഞേ. ജലജ ചായ കുടിക്കാറില്ല. ഡ്രിങ്ക്സ് എന്ന് പറയരുത്, ഡസ് കഴിഞ്ഞാൽ പിന്നെ എസ് ഉപയോഗിക്കരുത്. ജലജ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. എ ടീ എന്ന് പറയരുത്, ടീ. ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഇനി ജലജ ചായ കുടിക്കാറുണ്ടോ എന്ന് അങ്ങനെ ചോദിക്കും. ഡസ് ജലജ ഡ്രിങ്ക് ടീ. ഡസ് ജലജ ഡ്രിങ്ക് ടീ. ഇപ്പൊ സബ്ജക്ട് സിംഗുലർ ആകുമ്പോ വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അടുത്ത ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയണം. അപർണ ആൻഡ് ഫ്രാൻസി സിംഗ് എ സോങ്. അപർണ ആൻഡ് ഫ്രാൻസി സിംഗ് എ സോങ്. അപർണയും ഫ്രാൻസിയും ഒരു പാട്ട് പാടുന്നു. ഇപ്പൊ അപർണയും ഫ്രാൻസിയും പാട്ട് പാടാറില്ല എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ സെയിം തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപർണ ആൻഡ് ഫ്രാൻസി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉപയോഗിക്കാവൂ? ഡു. ഡു നോട്ട്. അപർണ ആൻഡ് ഫ്രാൻസി ഡോണ്ട് സിംഗ് എ സോങ്. ഡു നോട്ട്. ഇനി അതിനെ നമ്മൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും? ആ ഡു എന്നുള്ളത് സബ്ജക്റ്റിന്റെ ഡു അപർണ ആൻഡ് ഫ്രാൻസി സിംഗ് എ സോങ്.
മനസ്സിലായോ? നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും അതുപോലെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഇംഗ്ലീഷിൽ നിങ്ങൾ എപ്പോൾ വാക്യങ്ങൾ ഉണ്ടാക്കണോ ആ വാക്യത്തിന്റെ ഘടന എങ്ങനെ ആയിരിക്കണം? Subject plus verb plus subject. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ശരിക്കും വ്യക്തമാക്കാം. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എങ്ങനെ വാക്യങ്ങൾ, ഹൗ ടു കൺസ്ട്രക്ട് എ സെന്റൻസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ലേൺ ടുഡേ. ഇനി കൂടാതെ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. The circumstances under which simple present tense is used. അതിൽ ഒന്നാമത്തെ സാഹചര്യം നിങ്ങളോട് പറയാം. നമ്മൾ പതിവായി ചെയ്യുന്ന അല്ലെങ്കിൽ പതിവായി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവൂ. To denote a habitual action. നമ്മൾ പതിവായി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്നു. I drink tea in the evening. അപർണ വെളുപ്പിന് 5 മണിക്ക് ഉണരുന്നു. അപർണ gets up or wakes up at 5 AM. പിന്നെ അവൾ പതിവായി സ്കൂളിൽ പോകുന്നത് ബസ്സിനാണ്. ഷീ പതിവായി എന്നർത്ഥം കിട്ടാൻ യൂഷ്വലി എന്ന വാക്ക് ഉപയോഗിക്കണം. ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇങ്ങനെ പതിവായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ സാഹചര്യം ഉണ്ടത്. രണ്ടാമത്തെ സാഹചര്യം സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യം, ടു എക്സ്പ്രസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ടു എക്സ്പ്രസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം. അതായത് പ്രപഞ്ചം ഉണ്ടായ കാലത്ത് മുതൽ ഇപ്പോഴും സത്യമായി തുടരുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പറയാവൂ. ഉദാഹരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൂര്യൻ കിഴക്കുദിക്കുന്നു, ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നു. ഇതെല്ലാം പ്രപഞ്ച സത്യങ്ങളാണ്, യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്. The earth revolves around the sun. The sun rises in the east. The sun sets in the west. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഒരു സാഹചര്യമാണ്. പിന്നെ അടുത്തതായി സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത് സയന്റിഫിക് ട്രൂത്ത്സ് അല്ലെങ്കിൽ പെർമനന്റ് ട്രൂത്ത്സ്, സ്ഥിരമായ സത്യങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങൾ അവതരിപ്പിക്കാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു ശാസ്ത്രീയ സത്യം, ജലം 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യുന്നു, ഐസായി മാറും. Water freezes at 0 degree Celsius. Water boils at 100 degree Celsius. Soap dissolves in water. സോപ്പ് വെള്ളത്തിൽ അരിയുന്നു. അതൊരു പെർമനന്റ് ട്രൂത്ത് ആണ്. The wood floats on water. മരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇങ്ങനെയുള്ള സയന്റിഫിക് ട്രൂത്ത് അല്ലെങ്കിൽ പെർമനന്റ് ട്രൂത്ത് പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കൂടാതെ പല സാഹചര്യങ്ങളിലും ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഭാവി കാര്യങ്ങൾ പറയാനും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരിക്കാം. നേരത്തെ തീരുമാനിച്ച്
ഭാവി കാര്യങ്ങൾ പറയാനും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഇവന്റ് that is already planned or fixed. അതായത് പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഏർലിയർ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. നമ്മൾ പറയണം, അവൻ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവൻ അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകും, അത് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യം നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. എങ്ങനെ പറയും? ആ വാക്യം എങ്ങനെ പറയും? He goes. കണ്ടോ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ES SRES ഉണ്ടായിരിക്കും. He goes To the. അവിടെ വിദേശത്ത് എന്നുള്ളതിന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു ആഡ്വർബ് ഉണ്ട്, എബ്രോഡ്. ABROED. He goes abroad. അടുത്ത ആഴ്ച എന്നർത്ഥം കിട്ടാൻ നെക്സ്റ്റ് അടുത്ത ആഴ്ച. He goes abroad next week. Goes abroad. Abroad-ന് മുമ്പ് to എന്നോ in എന്നോ ഒന്നും തന്നെ ചേർക്കാൻ പാടില്ല. Abroad എന്ന് പറഞ്ഞാൽ in a foreign country or to a foreign country എന്നാണ് അതിന്റെ അർത്ഥം. പ്രധാനമന്ത്രി അടുത്ത മാസം കേരളം സന്ദർശിക്കുന്നു. അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കാര്യമാണോ? എങ്ങനെ പറയാം? പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ visits Kerala next month. The Prime Minister visits Kerala next month. ട്രെയിൻ 5:20 പുറപ്പെടുന്നു. ട്രെയിൻ 5:20 പുറപ്പെടുന്നു. The train leaves. Leaves. The train leaves at 5:30. എന്ത് സമയം എങ്ങനെയാണെങ്കിലും പറയാം. സമയം പറയുമ്പോൾ നിങ്ങൾ അതിന് മുമ്പിലായിട്ട് അറ്റ് എന്ന പ്രപ്പോസിഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അത് നമുക്ക് പ്രപ്പോസിഷൻ പറയുമ്പോൾ പറയാം. ഓക്കെ. പിന്നെ 1-2 സാഹചര്യങ്ങളിൽ കൂടി സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന്, പ്രോവർബ്സ് കേട്ടിട്ടില്ലേ നിങ്ങള്? പഴഞ്ചൊല്ലുകൾ, അതുപോലെ കൊട്ടേഷൻസ്, ഉദ്ധരണികൾ, പിന്നെ ആക്സിയംസ്, പ്രമാണങ്ങൾ എന്നിവ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാവൂ. നോക്കാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഒരു പ്രോവർബാണ് അത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. അവിടെ വിൻസ് എന്ന പ്രസന്റ് വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളെക്കാൾ വേഗത്തിൽ സംസാരിക്കുന്നത് പ്രവർത്തനമാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്രോവർബുകളും ആ പ്രോവർബ്സിൽ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാവൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഈ വർത്തമാന പത്രങ്ങളിലെ തലക്കെട്ട്, അതിലും സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. ടെണ്ടുൽക്കർ ബ്രേക്സ് അനദർ റെക്കോർഡ്. ടെണ്ടുൽക്കർ അടുത്ത ഒരു റെക്കോർഡ് കൂടി തകർക്കുന്നു. എന്താ? ഇങ്ങനെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസിലും പിന്നെ കമന്ററീസ്, നിങ്ങൾ ക്രിക്കറ്റ് കമന്ററി, ഫുട്ബോൾ കമന്ററി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതില് നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും സാധാരണയായിട്ട് ഉപയോഗിക്കും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചില ടൈം വേർഡ്സ് കൂടി ഉപയോഗിക്കാറുണ്ട്. ഓൾവേസ്, ഡെയിലി, എവറി ഡേ, സംടൈംസ്, മെനി ടൈംസ്. അതുപോലെ ഇങ്ങനെയുള്ള വാക്കുകൾ സാധാരണയായിട്ട് ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആയി
സിമ്പിൾ പ്രസന്റ് ടെൻസിനോടൊപ്പം ഉപയോഗിക്കാറുണ്ട്. സിമ്പിൾ പ്രസന്റിന്റെ ഉപയോഗം അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മള് ഡിസ്കസ് ചെയ്തത് 12 ടെൻസുകൾ ഉണ്ടെന്നും അവ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിനാദ്യത്തെ ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. അതിനൊരു വാക്യം, ഒരു സെന്റൻസ് എങ്ങനെ നിർമ്മിക്കാം, പിന്നെ സെന്റൻസ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. സബ്ജക്റ്റിനെ വെർബിനെ സിംഗുലർ ആക്കാൻ യെസ് ഓർ യെസ് എന്ന് ചേർക്കണം. പിന്നെ വാക്യങ്ങളെ നെഗറ്റീവായും വാക്യങ്ങളെ ചോദ്യങ്ങളാക്കി മാറ്റിയും നമ്മൾ എഴുതണം. അതിന് ഡു, ഡസ് എന്നിവ ഉപയോഗിച്ച് വാക്യത്തെ നമുക്ക് നെഗറ്റീവ് ആക്കാം, ചോദ്യമാക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായോ? Yes, sir. എന്തോ Yes, sir. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഒരു ടെൻസിൽ മാത്രം, സിമ്പിൾ പ്രസന്റ് ടെൻസിൽ മാത്രം ഇതുപോലെ ഒരു 10 സെന്റൻസ് നിങ്ങൾ സ്വയം നിർമ്മിക്കുക. അതിനെ നെഗറ്റീവ് ആക്കണം, അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകൂടി വേണം. അത് നമുക്കൊരു ടാസ്ക് ആയിട്ടിരിക്കട്ടെ, നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Okay. Okay, sir. Then it is time for us to wind up our today's class. We will meet in the next class. Okay, thank you. Thank you, sir. Thank you, sir. Yes, sir.